നമസ്കാരം. നമ്മൾ വിവാഹം നടത്തുന്നത് സാധാരണയായി മതാചാരങ്ങൾ പ്രകാരമാണ്. അങ്ങനെ വിവാഹം കഴിക്കുന്നവർക്ക് അതാത് മതസ്ഥാപനങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഇത് വിവാഹം നടന്നത് സംബന്ധിച്ച ഒരു തെളിവ് രേഖയാണ്. ഇത് വിവാഹം ചെയ്തതിനുള്ള നിയമപരമായ ആധികാരിക രേഖയായി നിയമം അംഗീകരിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. വിവാഹം മതപരമായി സോളംനൈസ് ചെയ്താലും നിയമം അതിനെ വിവാഹമായി അംഗീകരിക്കണമെങ്കിൽ ഒരു നടപടി കൂടി ബാക്കിയുണ്ട്. അപ്രകാരം സോളംനൈസ് ചെയ്ത വിവാഹം വിവാഹ രജിസ്ട്രാറുടെ രജിസ്റ്ററുകളിൽ എൻട്രി വരുത്തി വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ചാൽ മാത്രമേ വിവാഹത്തിന് നിയമപരമായ സാങ്ക്ടിറ്റി കിട്ടുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് മാത്രമേ വിവാഹം സംബന്ധിച്ച നിർണായക തെളിവായി നിയമം കണക്കാക്കൂ. ഈ വിവാഹ സർട്ടിഫിക്കറ്റിന് എന്താ ഇത്ര പ്രാധാന്യം എന്നല്ലേ? അത് പിന്നീട് പറയാം. അതിനു മുൻപായി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. വിവാഹ രജിസ്ട്രാർ നൽകുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമേ നിർണായക തെളിവായി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ മറ്റു സർട്ടിഫിക്കറ്റുകൾ, അതായത് മതസ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ്, സിവിൽ കോടതി വഴി അഡ്ജൂഡിക്കേറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വന്നാൽ മാത്രമേ അത് സ്വീകാര്യമാകുകയുള്ളൂ. ഇനി മറ്റൊരു സിറ്റുവേഷൻ പരിശോധിക്കാം. മതപരമായ വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം ചെയ്ത് അത് രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്ത വിവാഹം വിവാഹമായി നിലനിൽക്കും. ആദ്യ വിവാഹത്തിന് വിവാഹം എന്ന സ്റ്റാറ്റസ് ലഭിക്കണമെങ്കിൽ അത് സിവിൽ കോടതി വഴി ഡിക്ലെയർ ചെയ്യേണ്ടതായി വരും. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ രണ്ടാമത് ചെയ്ത വിവാഹം ശൂന്യമായി പോകുന്നതാണ്. കാരണം ബൈഗമി നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാണ്. രജിസ്റ്റർ ചെയ്യാത്ത വിവാഹം സിവിൽ കോടതി വഴി ഡിക്ലെയർ ചെയ്ത് എടുക്കാമെന്നതിനാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള മാരേജിന് ഡിവോഴ്സ് ആവശ്യമായി വരുന്നതാണ്. വിവാഹത്തിന്റെ സാധുത പരിശോധിച്ച ശേഷമാണ് കോടതി വിവാഹമോചനം അനുവദിക്കുന്നത്. വിവാഹം വ്യവസ്ഥാപിതമായ രീതിയിൽ സോളംനൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിവോഴ്സ് ആവശ്യമായി വരുന്നില്ല. ലിവിംഗ് ടുഗെദർ റിലേഷൻ ആണെങ്കിൽ വിവാഹബന്ധവുമില്ല, വിവാഹമോചനവുമില്ല. വിവാഹ രജിസ്ട്രാറുടെ മുമ്പാകെ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങൾക്ക് ഫോറം 4 ഒരു വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇപ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത വിവാഹങ്ങളെ പൊതുവെ ലിവിംഗ് ടുഗെദർ റിലേഷനായി മാത്രമേ നിയമം കണക്കാക്കുകയുള്ളൂ. അതായത് ഭാര്യാഭർത്തൃബന്ധം മുഖേന നിയമം അനുവദിച്ചു നൽകുന്ന ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും നിയമപരമായ അർഹത പങ്കാളികൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. മാരീഡ് എന്ന സ്റ്റാറ്റസ് വരുമ്പോൾ കിട്ടുന്ന അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാരേജ് നിയമാനുസരണം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പങ്കാളിയുടെ മരണശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരാൾ മരണപ്പെടുന്ന നിമിഷം അവകാശികൾ ജനിക്കുന്നു എന്ന് പറയാം. അവകാശ നിർണയത്തിലും പരേതന്റെ ജീവിതകാലത്തെ പലവിധ നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവാഹസ്ഥിതി നിയമപരമായി തെളിയിക്കേണ്ടതുണ്ട്. വസ്തു, വാഹനം, വൈദ്യുതി കണക്ഷൻ, വാട്ടർ കണക്ഷൻ തുടങ്ങിയവയുടെ പേരുമാറ്റത്തിനും അതുപോലെ ബാങ്കിലെ നിക്ഷേപങ്ങൾ, സെക്യൂരിറ്റികൾ പിൻവലിക്കുന്നതിനും ആശ്രിത നിയമനം, അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ തുകയുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനും ഇൻഷുറൻസ് തുക കിട്ടുന്നതിനും ഒക്കെ അനന്തരാവകാശികളെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിലും വിവാഹസ്ഥിതി തെളിയിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെ വിവാഹ രജിസ്ട്രേഷൻ എന്ന ഉത്തരവാദിത്തം വിവാഹിതർ നിർവഹിക്കേണ്ടതായുണ്ട്. 2008 ഫെബ്രുവരി 29 അതിനുശേഷവും വിവാഹിതരായവർക്കാണ് ഈ രജിസ്ട്രേഷൻ കമ്പൽസറി ആകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2006 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സീമ അശ്വനികുമാർ കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിലും 2008 രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് കോമൺ റൂൾസ് പാസാക്കി. ഈ റൂൾ പ്രകാരം സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ജാതിമത ഭേദമന്യേ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. 2008 ഫെബ്രുവരി 29 മുൻപ് നടന്ന വിവാഹങ്ങളും ഇപ്രകാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് നിയമം നിർബന്ധിക്കുന്നില്ല. എന്നിരുന്നാലും പങ്കാളിയുടെ മരണശേഷം വിവാഹസ്ഥിതി തെളിയിക്കേണ്ടത് അനിവാര്യമായി വരുന്നതുകൊണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു വയ്ക്കുന്നത് അഭികാമ്യമായിരിക്കും. 2008 ഫെബ്രുവരി 29 മുൻപ് നടന്ന വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 2009 ഫെബ്രുവരി 28 വരെയാണ്, അതായത് 1 വർഷമാണ് സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ 100 രൂപ ഫൈനോടുകൂടി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇപ്പോഴും യാതൊരു തടസ്സവുമില്ല. വിവാഹം നടന്ന സ്ഥലത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയാണ് വിവാഹ രജിസ്ട്രാർ എന്ന് നമുക്കറിയാം. രജിസ്ട്രേഷനുള്ള അപേക്ഷ ഫോറം 1 2 ഫോട്ടോ സഹിതം സമർപ്പിക്കേണ്ടതാണ്. ഇതിപ്പോൾ സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴി ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്.
വിവാഹം നടന്ന് 45 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വിവാഹം നടന്ന മതസ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് തെളിവിനായി നൽകണം. വിവാഹം കണ്ട 2 സാക്ഷികൾ അപേക്ഷാ ഫോറത്തിൽ ഒപ്പിടണം. അപേക്ഷയോടൊപ്പം ഒരു ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട്. നിയമത്തിൽ ഇത് 10 രൂപയാണ്. 5 ദിവസത്തിനകം മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 45 ദിവസം കഴിഞ്ഞാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 100 രൂപ പിഴ നൽകേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ കുടുംബങ്ങളുടെ ആകെ എണ്ണം കണ്ടെത്തുന്നതിന് ഈ വിവാഹ രജിസ്ട്രേഷൻ അനിവാര്യമാണ്. വിവാഹം പങ്കാളികളുടെ ജീവിതകാലത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ലീഗൽ പ്രിസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.